ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? നമുക്കിന്നൊരു ഉഡായിപ്പ് മുട്ട പപ്സിൻ്റെ റെസിപ്പി നോക്കിയാലോ. മുട്ട പപ്സാണ് ഞാനിട്ടാണ്ട് ഉഡായിപ്പ് എന്നുള്ളത്. അങ്ങനെ അത് നമ്മളിതാ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അത് കുനുകുനാന്നരിഞ്ഞു. അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളിയും ഒരു പച്ചമുളകും അതും ചെറുതാക്കി അരിഞ്ഞു വെച്ചു. അടുത്തത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ച വലിയുള്ളി അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അത് വഴണ്ടി വരുന്ന നേരം നമുക്ക് കുറച്ചൊന്ന് ഉപ്പ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം അത് നല്ലപോലെ ഒന്ന് വഴലാൻ വെക്കുക. ആ സമയം കൊണ്ട് ഇത് നമുക്കിത് കുറച്ച് കാടമുട്ട പുഴുങ്ങാൻ വെക്കണം. ഇതാണ് നമ്മളെ മുട്ട പപ്സിലെ താരം കേട്ടോ. ഇവനെ കൊണ്ടാണ് നമ്മളിന്ന് മുട്ട പപ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മളെ കാടമുട്ടയൊക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഉള്ളിയൊക്കെ വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഇളക്കി കളിക്കുക. എന്നിട്ട് അതിനുശേഷം മസാലപ്പൊടികൾ ഇടുകയാണ്. ഫസ്റ്റ് നമ്മളിട്ട് ചിക്കൻ മസാലയാണ്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സായി എടുക്കുക. അങ്ങനെ മസാലപ്പൊടിയുടെ ആ കുത്തലും പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ മസാല സെറ്റായി അവസാനമായിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി അടുപ്പ് അങ്ങോട്ട് ഓഫാക്കി വയ്ക്കാം. ഇനി അടുത്ത പരിപാടി നമ്മളെ പപ്സിനെ ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്ററാണ്. അതൊന്നുമില്ല, മൈദപ്പൊടി വെള്ളത്തിൽ കലക്കിക്കാണ്ട് മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ കാടൻ മുട്ടയൊക്കെ അവിടെ തൊലിച്ച് വെച്ച് മൈദപ്പൊടിയുടെ മിക്സും റെഡിയായി. അങ്ങനെ മുട്ട നമ്മൾ കീറി വെച്ച് ഇനിയാണ് നമ്മളെ സ്റ്റെപ്പ്. സമൂസ ഷീറ്റ് ഒരു പ്ലേറ്റ് കമിഴ്ത്തി വെച്ചിട്ടാണ് സമൂസ ഷീറ്റ് അതിൻ്റെ മുകളിൽ ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുക. ഫസ്റ്റ് താഴെ മൈദയുടെ മിക്സ് ഒഴിച്ച് വെക്കണം. എന്നിട്ട് അതിനുശേഷം മസാല വെച്ച് 2 മുട്ടയും വെച്ച് ഫോൾഡ് ചെയ്യുക. കുറച്ച് ആ പേസ്റ്റ് മൈദ മിക്സിൻ്റെ പേസ്റ്റ് തേച്ച് കൊടുക്കുക. അടുത്ത ഫോൾഡിങ്ങിലും തേച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഫോൾഡായിട്ട് മടക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ പപ്സ് കഴിക്കാനൊക്കെ പൂതി ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ തിളച്ച എണ്ണയിലോട്ടിട്ട് നമ്മൾ ഓരോ പപ്സും ഇനി പൊരിച്ചെടുക്കുന്നതാണ് നമ്മളെ പരിപാടി. അങ്ങനെ നമ്മളെ ഫസ്റ്റ് പപ്സ് ഇവിടെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പപ്സുകളൊക്കെ ഓരോന്നോരോന്നെടുത്ത് കോരി വെച്ച് റെഡിയാക്കിയെടുക്കുക. അങ്ങനെ ഇതാണ് നമ്മളെ പപ്സിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ കടയത്തെ പപ്സിനേക്കാൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ യൂട്യൂബിൽ കണ്ടപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പപ്സ് എല്ലാം സമൂസ ഷീറ്റ് വെച്ച് ഉണ്ടാക്കിയതൊന്നും പറയൂല, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കും കേട്ടോ.